ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ചെമ്പരത്തി ചെടിയിലെ പൂക്കളാണ് കഴിഞ്ഞ ഫ്ലവറിങ് സീസണിൽ. ഇപ്പോൾ എല്ലാം വാടി കരിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റീപോർട്ടിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് പോവാണ്. പണ്ട് അവധിക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ മമ്മയുടെയൊക്കെ കൂടെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ പോകുന്നുണ്ടേ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയായിരുന്നു ചെടികൾ അവിടെ പോയി കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ നടുക എന്നുള്ളത്. എൻ്റെ അമ്മച്ചിയുടെയൊക്കെ വീട്ടിൽ പശുവൊക്കെ ഉള്ളതുകൊണ്ട് ചാണകമൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടായിരുന്നു വരുന്നത്. അന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കും എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉള്ളപ്പോൾ ഗാർഡനൊക്കെ വേണം, കുറേ ചെടികളൊക്കെ വെക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ്സിനോടാണ് ഇഷ്ടം. കാണാൻ പല പല കളറുള്ള പൂക്കളൊക്കെ കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ്, റോസാപ്പൂക്കളൊക്കെ. പക്ഷേ ഇതൊക്കെ നമ്മൾ നോക്കാനുള്ള സമയം വേണം, അല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. അങ്ങനെ ഇതിൻ്റെ സമ്മറിൽ എൻ്റെ ഹിബിസ്കസ് ചെടികളെല്ലാം കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതൊക്കെ റീപോർട്ടിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ഞാൻ പോട്ടി മിക്സായിട്ട് നമ്മുടെ കൊക്കോപ്പിറ്റ്, മണ്ണ്, കുറച്ച് മണൽ, ചാണകപ്പൊടി, ഗ്രൗണ്ട് നട്ട് കേക്ക് മിക്സ്, നീം കേക്ക് മിക്സ്, നമ്മുടെ കുറച്ച് എല്ലുപൊടി, ഇതൊക്കെ മിക്സ് ചെയ്താണ്, പിന്നെ സാഫ്, ഇതെല്ലാം മിക്സ് ചെയ്താണ് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വീഡിയോ ഫുള്ള് കാണണം. ഞാൻ ഒരു റിക്വസ്റ്റായിട്ട് പറയുകയാണ്. എൻ്റെ ഹാപ്പി പ്ലേസാണ് എൻ്റെ ഗാർഡൻ. അപ്പോൾ ഞാനത് കുറച്ച് കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ പൂക്കളൊക്കെ ആയിട്ടിരിക്കാനായിട്ട്. അല്ലെങ്കിൽ വേറൊരാൾ വന്നതൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. തന്നെയല്ല, നമ്മളൊരാളെ നിർത്തി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു രസം എന്താ ഉള്ളത്? ഗാർഡനിങ് ഞാൻ ചെയ്യുന്നത് എനിക്കൊരു സമാധാനം. നമ്മൾ അത്രയും സമയം എന്തെങ്കിലുമൊക്കെ ചെയ്തു, നല്ല ചെടികളൊക്കെ നട്ട് അതൊക്കെ പൂക്കളൊക്കെ ആയി വരുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അത് എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊക്കെ. ഞാൻ എപ്പോൾ റീപോർട്ടിങ് ചെയ്താലും കോക്കോപ്പിറ്റ് വാങ്ങിക്കും. കോക്കോപ്പിറ്റ് വാങ്ങിച്ച് മണ്ണിനകത്തൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പം ആ ഉള്ള മണ്ണിനെക്കാട്ടിലും ഇരട്ടി മണ്ണായിട്ട് വരും. പിന്നെ ഞാൻ അടുത്ത കവറും സാധനങ്ങളും കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് ആ മണ്ണൊക്കെ നിറയ്ക്കാനായിട്ട്. അങ്ങനെ മാറ്റി മാറ്റി റീപോർട്ടിങ് ചെയ്ത് കഴിഞ്ഞ 8 വർഷം കൊണ്ടുണ്ടായതാണ് ഈ പോട്ടുകൾ മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ്. കുറച്ച് മണ്ണും കൊണ്ടുള്ള പോട്ട്സാണ് എനിക്ക് ഉള്ളത്. കാരണം ഇത് മണ്ടയിലോട്ട് വലിച്ച് കയറ്റി ടെറസിൻ്റെ മണ്ട വരെ കൊണ്ടുവരണ്ടേ. അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക്കാ എളുപ്പം, എന്നാലും പാടാണ്. ഇത് ഇത്രയും 2 വർഷമായി ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നിട്ട്. അത് വന്ന സമയത്ത് ഇത്രയും ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചെടികൾ എൻ്റെ കയ്യിൽ ഗ്രോ ബാഗ്സിനകത്തിലൊക്കെയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ പതുക്കെയാണ് ഗ്രോ ബാഗ് വെച്ച് ടെറസിൻ്റെ മുകളിലൊക്കെ പാടൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് നമ്മളത് മാറ്റി ചട്ടിയാക്കിയത്. ചട്ടികൾ വെച്ച് തറയിലിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി ലീക്കോ വല്ലതും ഒക്കെ ആയെങ്കിലോ എന്ന് വിചാരിച്ച് പിന്നെ തടിയും കൊണ്ട് വെച്ച് സ്റ്റെപ്പ് പോലൊക്കെ ആക്കി വെച്ചേക്കുവാണ്. എൻ്റെ മോള് പറയും, വീഡിയോ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, യൂട്യൂബുകാരും കാണുകയല്ല മമ്മയുടെ വീഡിയോസ്. കാരണം ഇങ്ങനെയല്ല, ഒരു സ്ഥലത്തുമല്ല, പല ആംഗിളിൽ വെച്ച് വേണം വീഡിയോ എടുക്കാൻ. നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ പഠിക്കുവാണ്. ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ക്യാമറ എടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അതൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. അതിനുള്ള സമയം എനിക്കില്ല. ഉള്ള സമയം ഈ വൈകിട്ട് കിട്ടുന്ന ആ ഒരു സമയത്താണ് ഞാൻ ഈ റീപോർട്ടിങ് ചെയ്യുന്നത്. അപ്പം ക്യാമറ അവിടെ വെക്കാനും ഇവിടെ വെക്കാനും ഒന്നും നമ്മളതിനൊന്നും ഓർക്കാറില്ല, മറന്നു പോകും. ഇനിയും ചിലപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ പഠിക്കുകയാണ്, എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ട്രൈ ചെയ്യാം. റീപോർട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ക്ലീനിങ് ആണ് ഏറ്റവും പാട്. അത് കഴിഞ്ഞ് ഇനിയും വെള്ളമൊക്കെ ഒഴിച്ച് ഇന്നത്തെ പരിപാടി അവസാനിക്കും. രാത്രിയായി, ഇനിയും ലൈറ്റൊന്നുമില്ല. എനിക്ക് എക്സ്ട്രാ ലൈറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ പരിപാടി നിർത്തിയേച്ച് പോവാണ്. ഇനിയും ഇതൊക്കെ കിളുത്ത് ഇലയൊക്കെ ആയി കമ്പൊക്കെ ഏത് പരുവത്തിലാവുമെന്ന് അറിയത്തില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഇനിയും നാളെയും എവിടെയെങ്കിലും പോകുമ്പം ഏതെങ്കിലും ഒരു കമ്പ് അല്ലെ ഒരു ചെടി കണ്ടാൽ പിന്നെ എടുത്തുകൊണ്ട് വരും. പിന്നെ ഇത് തന്നെ പണി. ഒരു ചട്ടി എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ആ ചട്ടി ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ച് അടുത്ത ദിവസം വന്ന് നോക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇത് തന്നെയാണ് എല്ലാ ഗാർഡനേഴ്സിൻ്റെയും സ്ഥിരം പരിപാടി. രാവിലെ എണീറ്റ് വന്ന് ഇന്നലെ നട്ട ചെടിക്ക് പൂവുണ്ടോ നോക്കുന്ന ടീമാണ് ഞാനും. ഇതിനൊക്കെ ഭ്രാന്ത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു മുഴുഭ്രാന്തിയാണ്. ഇത് ഗാർഡനിങ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അസുഖം മാറുകയില്ല. റീപോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇനിയാണ് ക്രൂരകൃത്യം ചെയ്യാൻ പോകുന്നത്, ഹാർഡ് പ്രൂണിങ്. അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്, സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ചെയ്യാൻ പോവാണ്. ചെയ്ത് എല്ലാം ഫുള്ള് ഹാർഡ് പ്രൂണിങ് ആണ് ചെയ്യുന്നത്. ഒരു കമ്പ് ജസ്റ്റ് 2-3 കമ്പുകൾ നിർത്തി കംപ്ലീറ്റ് കട്ട് ചെയ്ത് നിർത്തും. എന്നാലേ നല്ല ബ്രാഞ്ചസൊക്കെ ആയിട്ട് കിളുക്ക് വരുള്ളൂ. അപ്പോൾ ഹാപ്പി ഗാർഡനിങ്.